മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ രചന ഏതാണ്? ഉത്തരം അഞ്ചടികൾ. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഈ വരികൾ ഏത് ഉപനിഷത്തിലുള്ളതാണ്? ഉത്തരം ബൃഹദാരണ്യക ഉപനിഷത്ത്. പാടാത്ത പൈങ്കിളി എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം മുട്ടത്ത് വർക്കി. തകഴിയുടെ ഏറ്റവും വലിയ നോവൽ? ഉത്തരം കയർ. നളിനി എന്ന ഖണ്ഡകാവ്യത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഒരു കാലത്ത് മലയാളികളെ കുടുകുട ചിരിപ്പിച്ച ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. കേരളത്തിലെ പ്രഥമ സാഹിത്യ മാസിക ഏതാണ്? ഉത്തരം വിദ്യാവിലാസിനി. കാബോധ സന്ദേശത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഭാഷാ പിതാവായ എഴുത്തച്ഛന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ. നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രത്തിന് ആസ്പദമായ എം.ടിയുടെ കഥ? ഉത്തരം പള്ളിവാളം കാൽച്ചിലമ്പും. ആരുടെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര? ഉത്തരം എം.പി. വീരേന്ദ്രകുമാർ. എത്ര വിദേശ ഭാഷാഭിജ്ഞാനനാകിലും മർത്തിന് താൻ ഭാഷയെന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ, ശക്തി മത്താക്കിയ ഹൃദയകാരത്തെ വെളിപ്പെടുത്തുവാൻ. ഇങ്ങനെ പാടിയ കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം ഏതാണ്? ഉത്തരം അനാസക്തി യോഗം. കേന്ദ്രമന്ത്രി കെ.വി. തോമസ് മുൻ മുഖ്യമന്ത്രി കരുണാകരനെ കുറിച്ച് എഴുതിയ പുസ്തകം? ഉത്തരം എന്റെ ലീഡർ. ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയുടെ ആശയവുമായി സാമ്യമുള്ള സച്ചിദാനന്ദന്റെ കവിത ഏതാണ്? ഉത്തരം ബോധവതി. സപ്തശതകം രചിച്ചത് ആരാണ്? ഉത്തരം ഹാലൻ. ത്രിലോക സഞ്ചാരി എന്ന നാമത്തിൽ ഫലിത ലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം ഇ.വി. കൃഷ്ണപിള്ള. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം? ഉത്തരം ത്രിപീഠിക്. ഷാജഹാന്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബാദ്ഷനമ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം അബ്ദുൽ ഹമീദ്. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മഹാപ്രതിഭകൾ ആരെല്ലാമാണ്? ഉത്തരം അഷ്ടദിഗ്ഗജങ്ങൾ. ഹിതാബ് ഉൽ ഹിന്ദി ആരുടെ കൃതികളാണ്? ഉത്തരം അൽ ബൈറൂണി. ദൈവദശകം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രകുമാർ മിത്ര രചിച്ച നോവൽ ഞാൻ ചെവിയോർത്തിരിക്കും എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം എം.എൻ. സത്യാർത്ഥി. കുട്ടികൾക്കായി പറയിപ്പറ്റ പന്തിരുകുലം നോവൽ രൂപത്തിൽ രചിച്ചത് ആരാണ്? ഉത്തരം പി. നരേന്ദ്രനാഥ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ കവി? ഉത്തരം ജി. ശങ്കരക്കുറുപ്പ്. ഓംചേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം എൻ. നാരായണപിള്ള. നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ പി കേശവമേനോൻ. കാമസൂത്രം രചിച്ച സംസ്കൃത പണ്ഡിതൻ? ഉത്തരം വാത്സ്യായനൻ. ഒരു കവിയുടെ ഡയറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. മാധവിക്കുട്ടിയുടെ ഏത് കഥയാണ് മഴ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനം? ഉത്തരം നഷ്ടപ്പെട്ട നീലാംബരി. കുടിയേറ്റ കർഷക ജീവിത ചിത്രീകരണം നടത്തുന്ന എസ്.കെയുടെ നോവൽ? ഉത്തരം വിഷകന്യക. മലാലയുടെ ജീവിത കഥ പറയുന്ന സിനിമ? ഉത്തരം ഗുൽമക്കായ്. സംവിധായകൻ അംജദ് ഖാൻ. 2018 66ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ വിന്നർ? ഉത്തരം അമിതാഭ് ബച്ചൻ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിദിരാജ് ഗോവിന്ദ് ഫാൽക്കെ. ആദ്യ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ദേവിക റാണി 1969. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്?
ഉത്തരം വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കുട്ടിക്കവിത എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തോപ്പിൽ ഫാസി രചിച്ച നാടകം ഏതാണ്? ഉത്തരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി? ഉത്തരം നളചരിതം ആട്ടക്കഥ. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം നാലാപ്പാട്ട് നാരായണ മേനോൻ. ആശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? ഉത്തരം 5 ലക്ഷം രൂപ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം സേതു. ആൽക്കമിസ്റ്റ് ആരുടെ കൃതിയാണ്? ഉത്തരം പൗലോ കൊയ്ലോ. ദൈവത്തിന്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം M മുകുന്ദൻ. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ഉത്തരം ക്രൂപ്സ്കായ അവാർഡ്. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒഡീസി, ഇലിയഡ്. വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ആശാ കേരളം രചിച്ചത് കുമാരനാശാനാണ്. സ്നേഹഗായകൻ എന്നും കുമാരനാശാൻ അറിയപ്പെടുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയും കുമാരനാശാനാണ്. എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് രചിച്ച കവിതയാണ് എന്റെ ഗുരുനാഥൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം M മുകുന്ദൻ. 2018 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി? ഉത്തരം അമിതാഭ് ഘോഷ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാതമായ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകദർപ്പണം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം NN പിള്ള. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം മിതവാദി. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മാക്സിം ഗോർക്കി. പുറത്തി എന്ന കവിതയുടെ രചയിതാവ്? ഉത്തരം കടമ്മനിട്ട. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആരാണ്? ഉത്തരം KP കേശവമേനോൻ. സൂര്യൻ നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഇന്ദുലേഖ. ലോക പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വാൾട്ട് ഡിസ്നി.
ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഭൂമിയുടെ അവകാശികൾ ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ.